പിണറായി 10 വർഷമായി ആരെയൊക്കെയോ ഭയക്കുന്നു. ആ ഭയം ഇപ്പോഴുമുണ്ട്. കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനയിൽ CPM-നും പിണറായി വിജയനുമെതിരെ മന്ത്രി AP അനിൽകുമാർ, മോദി, അമിത്ഷാ എന്നിവർക്കെതിരെ കഴിഞ്ഞ 10 വർഷം പിണറായി ഒറ്റ വാക്കുപോലും മിണ്ടിയില്ല. കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടാത്തത് എന്താണെന്നാണ് മനസ്സിലാകാത്തത്. 10 വർഷമായി അദ്ദേഹം ആരെയൊക്കെയോ ഭയക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഏജൻസിയുടെ ഇത്ര വലിയ അന്വേഷണം നടന്നിട്ടും പ്രധാനമന്ത്രിക്കെതിരെ ഒരു വിമർശനം പോലും നടത്താൻ പിണറായി വിജയൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടെന്നാണ് തനിക്ക് മനസ്സിലാകാത്തത്. റെയ്ഡിന് ശേഷം വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ട പിണറായി അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി താൻ കണ്ടില്ല. 10 വർഷമായി അദ്ദേഹം ആരെയൊക്കെയോ ഭയക്കുന്നു. ആ ഭയം ഇപ്പോഴുമുണ്ടെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ദേശീയ തലത്തിൽ ED-ക്കെതിരായ ശക്തമായ പോരാട്ടം നടത്തുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണെന്നും മന്ത്രി പറഞ്ഞു. IAS ഉദ്യോഗസ്ഥരുടെ നിയമനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളാണെന്നും മന്ത്രി പഴിച്ചു. ഇപ്പോൾ തർക്കം തീർന്നോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുവെന്നും AP അനിൽകുമാർ വ്യക്തമാക്കി. അതേസമയം പിണറായി വിജയന്റെ വസതികളിലടക്കം നടന്ന ED റെയ്ഡിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറായിട്ടില്ല. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ്. ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ ഇതുവരെ 8 പേരാണ് അറസ്റ്റിലായത്. അതേസമയം സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പ്രതികരിക്കുകയും ചെയ്തു. 300ഓളം പോലീസുകാരെ വിന്യസിച്ചിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. 8 പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കൂടി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. അക്രമികളെ പോലീസ് പിടിച്ചുമാറ്റാൻ തയ്യാറാകാത്ത സംഭവത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, പിണറായി വിജയൻ ഉൾപ്പെട്ട റെയ്ഡുകളിൽ കേരളത്തിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം ലജ്ജാകരമാണെന്നാണ് BJP വ്യക്തമാക്കിയത്. ഇടതുപക്ഷവും കോൺഗ്രസും അഴിമതിയെ സംരക്ഷിക്കുന്നുവെന്നും ആരോപിച്ചു. മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ സ്ഥാപനവും ഒരു മണൽ ഖനന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ED റെയ്ഡുകൾ സംസ്ഥാന തലസ്ഥാനത്ത് ED ഏജൻസി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണത്തിന് കാരണമായതിനെ തുടർന്നാണ് ഈ പരാമർശം. റെയ്ഡിനെതിരെ CPIM നേതാക്കളും തൊഴിലാളികളും തെരുവിലിറങ്ങി. ED ഉദ്യോഗസ്ഥർ സ്ഥലം വിട്ടതോടെ വിജയന്റെ വാടക വസതിക്ക് പുറത്ത് അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. BJP ദേശീയ വക്താവ് ഷെഹ്സാദ് പൂനാവല്ല ഒരു വീഡിയോ പ്രസ്താവനയിൽ ഈ സംഭവത്തെ ലജ്ജാകരമെന്ന് വിശേഷിപ്പിക്കുകയും ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ കേരളത്തിൽ വ്യാപകമായ അഴിമതി നടക്കുകയാണെന്ന് ആരോപിക്കുകയും ചെയ്തു. ഇത് തീർച്ചയായും ലജ്ജാകരമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ED റെയ്ഡ് നടക്കുമ്പോൾ അതും കോടതികൾ ഉത്തരവിട്ടത്. അന്വേഷണവുമായി സഹകരിക്കുന്നതിന് പകരം അന്വേഷണ ഏജൻസികൾക്ക് നേരെ ആക്രമണമുണ്ടായി. BJP വക്താവ് സംസ്ഥാന പോലീസിന്റെ പങ്കിനെയും ചോദ്യം ചെയ്യുകയും കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് ആരോപിക്കുകയും ചെയ്തു. അവരുടെ അഴിമതി ആരോപണങ്ങളിൽ അന്വേഷണം നടന്നാൽ അവർ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഭയവും ഭീഷണിയുമാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ പോലീസ് എന്താണ് ചെയ്യുന്നത്? കേരള മുഖ്യമന്ത്രിയുടെ സർക്കാർ എന്താണ് ചെയ്യുന്നത്? ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ ഒത്തുകളിയും അഴിമതിയും ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തു. ഇടതുപക്ഷവും കോൺഗ്രസും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആഭിമുഖ്യം പുലർത്തുന്നുണ്ടെന്നും പൂനവല ആരോപിച്ചു. അതിനാൽ അവർ പരസ്പരം എങ്ങനെ പ്രതിരോധിക്കുന്നുവെന്ന് നോക്കൂ. അതിനാൽ കേരളത്തിൽ മുൻ മുഖ്യമന്ത്രിക്കെതിരെ റെയ്ഡ് നടന്നപ്പോൾ കോൺഗ്രസിന്റെ കീഴിലുള്ള കേരള പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഗുണ്ടകൾക്ക് പൂർണ്ണ പിന്തുണ നൽകി. പ്രതിഷേധത്തിനിടെ വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരെ ആക്രമിക്കുകയും വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്തതായും അദ്ദേഹം ആരോപിച്ചു. പശ്ചിമ ബംഗാളിൽ നമ്മൾ ഇത് മുൻപ് കണ്ടിട്ടുണ്ട്. ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും റെയ്ഡുകൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ഗുണ്ടകൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നു. സ്ത്രീകളെ പോലും വെറുതെ വിടുന്നില്ല. പൊതുസ്വത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നു. കാറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. ബുധനാഴ്ച വിജയന്റെ വസതിക്ക് പുറത്ത് CPIM പ്രവർത്തകരെന്ന് സംശയിക്കുന്ന പ്രതിഷേധക്കാർ ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം ഉൾപ്പെടെ കുറഞ്ഞത് 3 വാഹനമെങ്കിലും ആക്രമിച്ചു. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് പാടുപെടുന്നതിനിടെയായിരുന്നു ആക്രമണം. വാഹനത്തിൽ 6 ED ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അവരിൽ ഒരാൾ സ്ത്രീയാണ്. 8 കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിസരത്ത് കാവൽ നിൽക്കുന്നതിനിടെയാണ് റെയ്ഡുകൾ നടത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.